നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓണസദ്യയിലൊക്കെ കാണുന്ന പച്ചടിയാണ് വെണ്ടക്ക വെച്ചിട്ടുള്ള പച്ചടി, വെണ്ടക്ക പച്ചടി. ഇത് മിക്ക ആളുകൾക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും കാണണം, ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വെണ്ടക്ക പച്ചടി തയ്യാറാക്കുന്നത്. വെണ്ടക്ക 10 എണ്ണം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത് 1 കപ്പ്, 3 പച്ചമുളക്, 3 വറ്റൽമുളക്, കടുക്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ആദ്യമായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെണ്ടക്ക മാത്രമല്ല, വെണ്ടക്കയുടെ കൂടെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഈ സമയം വെണ്ടക്കയിലും പച്ചമുളകിലും ഉപ്പ് കൂടെ ചേർത്തിട്ട് കാണുന്നുണ്ട്. ഞാൻ ചേർക്കാറില്ല. അപ്പോൾ വെണ്ടക്കയുടെ കളർ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ വെണ്ടക്കയുടെ കളറൊക്കെ മാറി വന്നു, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതിൽ 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ അരച്ചത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അരപ്പ് ചൂടാക്കിയെടുക്കാം. തേങ്ങ അരച്ചത് ചൂടായിട്ട് തിളവരുന്നുണ്ട്. ഈ സമയം എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിയുടൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ തൈര് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ പച്ചടിക്കൊക്കെ തൈര് ചേർക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. തൈര് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഉലുവയും ഒക്കെ പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടക്ക പച്ചടി റെഡി. അങ്ങനെ നമ്മുടെ വെണ്ടക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് അധിക പേർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പക്ഷെ പലരും പല തരത്തിലാണ് ചെയ്തിട്ട് കാണാറ്. ചിലരൊക്കെ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ സവാളയും പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്തിട്ട് അരക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നവർ ഇത് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായവും പറയണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എന്നാലേ എൻ്റെ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്